ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ വിശേഷമായിട്ട് ഇവിടെ കാണിക്കുന്നത്, രാവിലെ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും സാമ്പാറും ഉണ്ടാക്കി വെക്കുന്നത്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ വാഴക്ക തൊലി പൊളിഞ്ഞെടുക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ, എന്നാൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് പരിപ്പും കുറച്ച് 5-6 പച്ചക്കറി കഷ്ണങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് കേട്ടോ. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. അത് കത്തിയൊന്നും കണ്ടിട്ട് ആരും എൻ്റെ കത്തിയൊക്കെ പഴയ കത്തിയാട്ടോ. നമുക്ക് ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഒരു വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കും നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പൂരിക്കുള്ളത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് നമുക്ക് പൂരി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പൂരിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി വേവിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ പച്ചക്കറി കഴുകി വെച്ചിട്ടുണ്ട്. പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പച്ചമുളക്, കായപ്പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കുക്കർ അടച്ച് വെക്കണ്ട കേട്ടോ. ചുമ്മാ അടച്ച് വെക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് കുഴയുണ്ട് നമ്മുടെ പച്ചക്കറികൾ. നമ്മുടെ പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചക്കറിക്ക് വന്നിട്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് താളിച്ച് കൊടുക്കാം. അതിന് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പൊടി കൂട്ടുക. അതായത് സാമ്പാർ പൊടി 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് എരിവൊന്നും വേണ്ടല്ലോ നമ്മുടെ സാമ്പാറിന്. പച്ചമുളകൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതല്ലേ. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിലും നമ്മളെ കൂട്ടാക്കാത്തുണ്ടെങ്കിൽ കൂട്ടാക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.